ഇടതുപക്ഷ സ്വതന്ത്രനായ ഒരു MLA ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് നല്ല ഗൗരവബുദ്ധിയോടുകൂടി അതിനെ ശ്രദ്ധിച്ച് ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് നിലവിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിച്ചതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത് ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നിലപാടാണ്. വളരെ വ്യക്തതയോടുകൂടി തന്നെ അത്തരം നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല വ്യക്തത വന്നു കഴിഞ്ഞു. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടായി. പാർട്ടി എന്നുള്ള നിലയിലും ഗവൺമെൻറ് എന്ന നിലയിലും മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും വ്യക്തതയോടെ വ്യവസ്ഥാപിതമായ തരത്തിൽ നിലപാട് സ്വീകരിക്കും എന്ന് ഉറപ്പായി. ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലൊരു വിഷയം വന്നാൽ പാർട്ടി അത് പരിശോധിക്കും. ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ആകുമ്പോൾ നിയമവ്യവസ്ഥയുടെ കീഴിൽ നിലവിലുള്ള വ്യവസ്ഥാപിത സമീപനം സ്വീകരിച്ചുള്ള നിലപാടുകൾ ചെയ്യും. ആ നിലയിൽ സ്വീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് വ്യക്തമാക്കി കഴിഞ്ഞത്. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷവും അൻവർ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുക. അത് ശരിയായ സമീപനമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ അതിസാധാരണ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ നയങ്ങളും നിലപാടുകളും രൂപപ്പെടുത്തി ഒരു ബദൽ നയങ്ങൾ ഉയർത്തി കേരളത്തിലെ ജനങ്ങൾക്കും നമ്മുടെ നാടിൻ്റെ പൊതുവികസനത്തിനും വേണ്ടിയുള്ള മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെൻറ്. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളും എല്ലാ നിലയിലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൈ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള, ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ വിരുദ്ധ സ്വഭാവമുള്ള പല മാധ്യമങ്ങളും പല മേഖലയിലും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയും മുന്നേറ്റവും മുഖപ്രസംഗങ്ങളിലും മറ്റും പരാമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്വീകാര്യതയുള്ള ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന കാര്യം.